ക്യാരറ്റ് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതുപോലെ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതാണ് കേട്ടോ. അപ്പോൾ 2 ക്യാരറ്റ് അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ക്യാരറ്റ് നല്ലോണം തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ നല്ല മൊഞ്ചുണ്ടാവും കേട്ടോ കാണുന്ന സമയത്ത്. പിന്നെ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും കേട്ടോ. ക്യാരറ്റ് മുഴുവനായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. വേണമെങ്കിൽ പിന്നീട് ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ കുറച്ച് മാത്രമാണ് ഇപ്പം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മൂടി വെക്കുന്ന നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് അതൊന്ന് ചെറുങ്ങനൊന്ന് വറ്റി വന്നോട്ടോ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതൊരു മിനിറ്റ് അങ്ങനെ മൂടി വെച്ചാൽ മതി കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ. അപ്പോൾ ഇതാ ഒരു മിനിറ്റ് അങ്ങനെ വെച്ച ശേഷം ഞാനിതാ ഇതൊന്നും കൂടി ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതേപോലെ ഇളക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാര ഒന്ന് കാരമലായിട്ട് വരണം കേട്ടോ. അതിലുള്ള പഞ്ചസാര ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം തന്നെ. ഇട്ട് കൊടുത്ത പഞ്ചസാര ഒന്ന് കാരമലായിട്ട് വരണം കേട്ടോ. ഈ ഒരു ക്യാരറ്റിൻ്റെ ഒപ്പം നിന്നിട്ട് തന്നെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഒട്ടി പിടിക്കുന്ന ടൈപ്പിലായിട്ട് വരണേ. അപ്പോൾ ഇതാ കുറച്ച് നേരം തന്നെ കൈവെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ക്യാരറ്റ് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറിയ 1/4 കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ അളന്നെടുത്തത്. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് കലക്കിയെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കട്ടില്ലാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ലേ. കട്ട നല്ലോണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് നേർപ്പിച്ചെടുക്കുക. അധികം നേർത്ത് കൊണ്ട കുറച്ചൊരു പാലിൻ്റെ ആ ഒരു കട്ടിക്ക് അങ്ങനെ കിട്ടണം കേട്ടോ. ഇതാ ഇത്രയും മതിയാവും. ഇനി നമുക്ക് നമ്മൾ ക്യാരറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ക്യാരറ്റിലേക്ക് നിങ്ങൾക്ക് കുറച്ചധികം നെയ്യ് വേണമെങ്കിൽ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പഞ്ചസാരയും കൂടി പാകത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കോൺഫ്ലവറിലേക്കും കൂടി പിടിക്കാനുള്ള ഒരു പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണേ ക്യാരറ്റിൻ്റെ അകത്ത്. എന്നിട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിൽ പോകും കേട്ടോ പെട്ടെന്ന് തന്നെ. ഇത് കൈവെക്കാണ്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. കുറുകി പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതാ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കുറുകി വന്നത്. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഇതേപോലെ ഇങ്ങനെ വിരകി കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ചധികം തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ കുറച്ച് നേരം തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ക്യാരറ്റ് ഹൽവ ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്കൊരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ക്യാരറ്റ് ഹൽവ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടാവും. ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേക്കാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം.